Good morning to all. Today I am going to teach operating the bank account. ഓപ്പറേഷൻ ഓഫ് കസ്റ്റമേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫണ്ട് വിത്ഡ്രോ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഓപ്പറേഷൻ ഓഫ് കസ്റ്റമേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വിത്ഡ്രോ ചെയ്യാനും നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആവശ്യമാണ്. ഈ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. മെയിനായിട്ട് നമ്മൾ പെയിൻ സ്ലിപ്പ്, ചെക്ക്, പാസ്ബുക്കാണ് നമ്മൾ യൂസ് ചെയ്യുക. പെയിൻ സ്ലിപ്പ്, ചെക്ക് ബുക്ക്, പാസ്ബുക്ക്. അപ്പോൾ നമുക്ക് നോക്കാം. ഓപ്പറേഷൻ ഓഫ് കസ്റ്റമേഴ്സ് അക്കൗണ്ട് മീൻ ഡെപ്പോസിറ്റ് മണി ഇൻ ദ അക്കൗണ്ട് ആൻഡ് ഇറ്റ്സ് ഫ്രീക്വൻറ്റ് വിത്ഡ്രോവൽ. നമ്മൾ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ അത് വിത്ഡ്രോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ദ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈച്ച് ആൻഡ് എവറി സച്ച് ട്രാൻസാക്ഷൻ ഷുഡ് ബി പ്രോപ്പർലി സപ്പോർട്ടഡ് ബൈ പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ്. ദേ ആർ പെയിൻ സ്ലിപ്പ്, ചെക്ക് ബുക്ക് ആൻഡ് പാസ്ബുക്ക്. അതായത് നമ്മൾ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ആയിട്ട് യൂസ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ആണ് പെയിൻ സ്ലിപ്പ്, ചെക്ക് ബുക്ക്, പാസ്ബുക്ക്. ഇത് നമ്മുടെ പെയിൻ സ്ലിപ്പിൻ്റെ ഒരു ഫോർമാറ്റാണ്. പെയിൻ സ്ലിപ്പ്. ഇത് നമ്മുടെ ചെക്ക് ബുക്കാണ്. ചെക്ക് ബുക്ക്. ഇതാണ് നമ്മുടെ പാസ്ബുക്ക്. ഇതിൻ്റെ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി നോക്കാം. ഫസ്റ്റ് വരുന്നത് പെയിൻ സ്ലിപ്പാണ്. പെയിൻ സ്ലിപ്പ് ബുക്ക് എന്ന് പറഞ്ഞാൽ അതിൽ കുറേ പെയിൻ സ്ലിപ്സുകൾ ഉണ്ടാവും. ഈ പെയിൻ സ്ലിപ്സ് പ്രിൻറ്റഡ് സ്ലിപ്സാണ് പെയിൻ സ്ലിപ്പ് ബുക്കിൽ വരുന്നത്. ഇത് ബാങ്ക് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇത് ദ ഡോക്യുമെൻറ്റ് ഈസ് യൂസ്ഡ് ടു ഡെപ്പോസിറ്റ് ക്യാഷ്, ചെക്ക്, ഡ്രാഫ്റ്റ്, ബിൽ എക്സെട്ര. ഇതൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാനൊക്കെയാണ് നമ്മൾ പെയിൻ സ്ലിപ്പ് ഉപയോഗിക്കുന്നത്. ഇതിൽ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, അക്കൗണ്ട് നമ്പർ, മെയിൽ ID, പിന്നെ എത്ര രൂപ വേണമെന്ന് ഫിഗേഴ്സിലും വേർഡ്സിലും ഇങ്ങനെയൊക്കെ ആയിട്ട് പെയിൻ സ്ലിപ്പിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പെയിൻ സ്ലിപ്പിൽ ഒരു കൗണ്ടർ ഫോളിയോ ഉണ്ട്. നമുക്ക് കണ്ടിട്ടുള്ളവർക്കറിയാം, ഇതിൻ്റെ നടുക്കൊരു ഡോട്ട്സ് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് കീറിയെടുക്കാം. അതിൻ്റെ ഒരു ഭാഗം ബാങ്കുകാരും വയ്ക്കും, ഒരെണ്ണം നമ്മുടെ കയ്യിലും തരും. ഈ പെയിൻ സ്ലിപ്പ് നമുക്ക് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി നമ്മുടെ കയ്യിൽ കെപ്റ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ പെയിൻ സ്ലിപ്പിൻ്റെ ഫോർമാറ്റ്. ഇവിടെ നമ്മൾ ഡേറ്റ് എൻ്റർ ചെയ്യുക. ഇവിടെ ക്രെഡിറ്റ് കാർഡ് നമ്പർ എഴുതുക. അതുപോലെ ഇവിടെ പേര്, നെയിം, നമ്മുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, പിന്നെ റുപ്പീസ് ഇൻ വേർഡ്സ്, ഇങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ നമ്മളിവിടെ എൻ്റർ ചെയ്യാം. പിന്നെ ഇവിടെ വന്നത് നമ്മൾ എത്ര രൂപയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ, ഇപ്പോൾ 2000 ആണെങ്കിൽ 4000 ആണെങ്കിൽ × 2 400, പിന്നെ അതിൻ്റെ 4000, പിന്നെ അതിൻ്റെ ടോട്ടൽ ഇപ്പോൾ കോയിൻസ് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അതിവിടെ എൻ്റർ ചെയ്യാം. പിന്നെ അതിൻ്റെ ടോട്ടൽ എഴുതാം. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയും ക്രെഡിറ്റ് കാർഡിൻ്റെ അക്കൗണ്ട് നമ്പർ എഴുതാം, നെയിം, ടെലിഫോൺ നമ്പർ, എമൗണ്ട്, റുപ്പീസ് ഇൻ വേർഡ്സ്, ഇവിടെ ഫിഗേഴ്സിലും ഇവിടെ വേർഡ്സ് ആയിട്ടും എഴുതാം. ഇങ്ങനത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വരുന്നത്. എല്ലാ ബാങ്കിലും ഒരുമാതിരിയല്ല. ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയാണ്. ഓരോരുത്തരും ചെറിയ ചെറിയ ചേഞ്ചസുകൾ ഉണ്ടാവും. അപ്പോൾ ഇതാണ് പെയിൻ സ്ലിപ്പിൻ്റെ ഫോർമാറ്റ്. ഈ പെയിൻ സ്ലിപ്പ് ഞാൻ പറഞ്ഞില്ലേ കൗണ്ടർ ഫോളിയോ ഉണ്ടെന്ന്, ഇത് ഇവിടെ കാണില്ലേ, ഇത് നടുക്കൊരു ഡോട്ട്സ് കാണില്ലേ, ഇത് മുറിച്ചെടുത്തിട്ട് ഇത് നമുക്ക് തരും. ഇത് ബാങ്കിൽ ഒരു പോർഷൻ നമുക്ക് തരും, ഒരു പോർഷൻ ബാങ്കുകാർ അത് എടുത്തു വയ്ക്കും. നമുക്ക് ഈ പെയിൻ സ്ലിപ്പിൻ്റെ മുറിച്ചെടുക്കുന്ന ഭാഗം നമ്മൾ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യമൊക്കെ വരികയാണെങ്കിൽ റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒരു ഭാഗം ബാങ്കുകാർ എടുത്തു വയ്ക്കും. അപ്പോൾ ഇതാണ് പെയിൻ സ്ലിപ്പ്. ഇത്രയും ഡീറ്റെയിൽസാണ് നമ്മളിതിൽ എൻ്റർ ചെയ്യേണ്ടത്. ഫൈനലി നമ്മൾ എന്ത് ചെയ്യണം, സിഗ്നേച്ചർ ഓഫ് ദി ഡെപ്പോസിറ്ററിൻ്റെ സിഗ്നേച്ചർ ഇടണം, പേര്, അക്കൗണ്ട് നമ്പർ, ഇതൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബാങ്കിലേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ബാങ്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. നമ്മൾ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന വേറൊരു ബുക്കാണ് ചെക്ക് ബുക്ക് എന്ന് പറയുന്നത്. ചെക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ കുറേ ചെക്ക് ലീവ്സ് ആണ് ഈ ചെക്ക് ബുക്കിലുള്ളത്. അതിൽ ഒരു 10 to 20 ബ്ലാങ്ക് ചെക്ക് ലീവ്സ് ആയിരിക്കും ഉണ്ടാക്കി. അത് സീരിയലി നമ്പർ ചെയ്തിട്ടുള്ള ചെക്ക് ലീവ്സ് ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. ഇത് നമ്മൾ സാധാരണയായിട്ട് ഫണ്ട് വിത്ഡ്രോ ചെയ്യാനായിട്ട്, അതായത് കറണ്ട് സേവിങ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് വിത്ഡ്രോ ചെയ്യാനായിട്ടാണ് നമ്മൾ ചെക്ക് ബുക്ക് യൂസ് ചെയ്യുന്നത്.
പിന്നെ നമ്മൾ സേവിങ് കറണ്ട് അക്കൗണ്ടിലുള്ളത് വിത്ഡ്രോവൽ സ്ലിപ്പ് ഉപയോഗിച്ച് നമുക്ക് വിത്ഡ്രോ ചെയ്യാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇതിൻ്റെ കൂടെ വിത്ഡ്രോവൽ സ്ലിപ്പും കൂടി വയ്ക്കണം. ഇപ്പം നമ്മുടെ ചെക്ക് ലീഫിൽ ഞാൻ പറഞ്ഞു ചെക്ക് ലീഫ് ഉണ്ടാവുന്നു. ഈ ചെക്ക് ലീഫ് എക്സ്പയർ കഴിയുമ്പോൾ ഫ്രഷ് ഇഷ്യൂ ചെയ്യാനായിട്ട് കസ്റ്റമേഴ്സിന് അപ്ലൈ ചെയ്യാം. ഫ്രഷ് ആയിട്ടുള്ള ചെക്ക് ബുക്ക് കിട്ടും. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ചെക്ക് ലീഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിൽ കസ്റ്റമർ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഫ്രഷ് ചെക്ക് ലീഫ് കൊടുക്കും. അതിനുവേണ്ടി ഒരു റിക്വസിഷൻ സ്ലിപ്പ് വെക്കണം, വിച്ച് ഈസ് ഓൾറെഡി ദെയർ ഇൻ ദ ഓൾഡ് ചെക്ക് ബുക്ക്. അത് ഞാൻ കാണിച്ചു തരാം. ഓൾഡ് ചെക്ക് ബുക്കിലുള്ള റിക്വസിഷൻ സ്ലിപ്പ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ചെക്ക് ബുക്ക് ഇഷ്യൂ ചെയ്യും. ഇതാണ് നമ്മുടെ ചെക്ക് ബുക്കിൽ നമ്മൾ പറഞ്ഞു 10 to 20 ലീവ്സ് ആയിരിക്കും. അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. 10 to 20 ലീവ്സ്. ഇതാണ് ഓരോ ലീഫ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഡേറ്റ്, മന്ത്, ഇയർ എഴുതണം. അതുപോലെ തന്നെ ആർക്കാണോ നമ്മൾ കൊടുക്കുന്നത് അയാളുടെ പേര് ഇവിടെ എഴുതണം. അതുപോലെ തന്നെ നമ്മൾ എത്ര എമൗണ്ട് ആണെന്ന് വെച്ചാൽ ഇത് വേർഡ്സിൽ എഴുതാം, ഇവിടെ ഫിഗേഴ്സിൽ എഴുതാം. പിന്നെ ഇതൊക്കെ ഓൾറെഡി പ്രിൻറ്റഡ് ആയിരിക്കും, നമ്മുടെ അക്കൗണ്ട് നമ്പർ, അതുപോലെ തന്നെ പേര്. പിന്നെ നമ്മളിത് സൈൻ ചെയ്യണം. നമുക്കറിയാം ബാങ്കിൽ നിന്ന് ഇപ്പം നമ്മൾ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തു നോക്കിയേ. ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റെഡി ക്യാഷ് ഇല്ലെങ്കിൽ നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്യും. ഇപ്പം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ചെക്കിൽ ചെയ്തേക്കുന്ന ഫണ്ട് ഇല്ലെങ്കിൽ നമ്മളതിന് ക്യാൻസലായി പോകും. അതിനാണ് ഈ വണ്ടി ചെക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ പ്രോപ്പറായിട്ട് അക്കൗണ്ടിൽ എമൗണ്ട് വേണം. അപ്പോൾ ഇതാണ് നമ്മുടെ ചെക്ക് ലീഫിൻ്റെ ഫോർമാറ്റ്. ഇനി നമ്മൾ ഇപ്പോൾ ഈ ചെക്ക് ലീഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു റിക്വസിഷൻ സ്ലിപ്പ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഇതുമായിട്ട് തന്നെ ഒരു ചെക്ക് ബുക്ക് നമുക്ക് ബാങ്ക് ഇഷ്യൂ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, ആ റിക്വസിഷൻ സ്ലിപ്പ് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ റിക്വസ്റ്റ് ഫോർ ന്യൂ ചെക്ക്. നമ്മുടെ ചെക്ക് ബുക്ക് തീർന്നു കഴിഞ്ഞാൽ ഇത് കൊണ്ടുപോയി ബാങ്കിൽ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ ചെക്ക് ബുക്ക് ഇഷ്യൂ ചെയ്യും. ക്ലിയർ ആയില്ലേ? ഇതാണ് ചെക്ക് ബുക്ക്. നെക്സ്റ്റ് വരുന്നത് പാസ്ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ ബുക്കാണ്. അത് ഇഷ്യൂ ചെയ്യുന്നത് ബാങ്ക് കസ്റ്റമേഴ്സിനാണ്. ഫോർ റെക്കോർഡിങ് ഓൾ ഡീലിങ്സ് ബിറ്റ്വീൻ ദം. ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള എല്ലാ ഡീലിങ്സും, അതായത് ഡെപ്പോസിറ്റ് ആയിക്കോട്ടെ, വിത്ഡ്രോവൽ ആയിക്കോട്ടെ, എന്തായാലും അതൊക്കെ ചെയ്യാനാണ് പാസ്ബുക്ക്. ഒരു കസ്റ്റമർ ഈ പാസ്ബുക്ക് പീരിയോഡിക്കലി ബാങ്കിന് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കുകാർ ട്രാൻസാക്ഷൻസ് അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കും. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ എന്നാണ് ബാങ്കിലേക്ക് പോകണം. അതുകൊണ്ടാണ് അതിനെ പാസ്ബുക്ക് എന്ന് പറയണത്. അതിൽ നമുക്ക് ലാസ്റ്റ് നമ്മുടെ ക്യാഷ് ബുക്കും പാസ്ബുക്കും കൂടിയും കമ്പയർ ചെയ്തിട്ട് ഇപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ബാങ്കിൽ കൊണ്ടുപോയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പാസ്ബുക്ക് എന്ന് പറഞ്ഞാൽ സ്മോൾ ബുക്ക് ഇഷ്യൂഡ് ബൈ എ ബാങ്ക് ടു ഹിസ് കസ്റ്റമർ ടു റെക്കോർഡ് ഓൾ ഡീലിങ്സ് ബിറ്റ്വീൻ ദം. അവർ തമ്മിലുള്ള എല്ലാ ഡീലിങ്സും, ഡെപ്പോസിറ്റ് ആയിക്കോട്ടെ, വിത്ഡ്രോവൽ ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ ഡീലിങ്സും റെക്കോർഡ് ചെയ്യാനാണ് പാസ്ബുക്ക്. ഇപ്പം നമ്മളൊരു ഗുഡ്സ് ക്രെഡിറ്റിനാണ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ ആ ബിസിനസ്സിൻ്റെ ഡേറ്റ്, ഏത് ബിസിനസ്സിൽ നിന്നാണ് നമ്മൾ ക്രെഡിറ്റിന് വാങ്ങിയത്, ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും. ഇപ്പം നമ്മൾ കാർഡ് പർച്ചേസൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ പാസ്ബുക്കിൽ നമ്മൾ എൻ്റർ ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ പാസ്ബുക്കിൽ എൻ്റർ ചെയ്യുന്നത്. ഡേറ്റ് ഉണ്ടാവും, അതുപോലെ പർട്ടിക്കുലേഴ്സ്, പിന്നെ ക്രെഡിറ്റ് ബാലൻസ് എത്രയുണ്ട്, ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ മൊത്തം എത്ര ഡെപ്പോസിറ്റ് ചെയ്തു, എത്ര വിത്ഡ്രോ ചെയ്യണോ, ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ആയിരിക്കും നമ്മുടെ ഈ പാസ്ബുക്കിൽ ഉണ്ടാവുക. നെക്സ്റ്റ് വരുന്നത് ഇൻഓപ്പറേറ്റീവ് ഓർ ഡോർമെൻറ്റ് അക്കൗണ്ട്. ഇൻഓപ്പറേറ്റീവ് ഓർ ഡോർമെൻറ്റ് അക്കൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് അതിൽ വരുന്നത്. നോൺ ഫങ്ഷനിങ് ഓഫ് എ ബാങ്ക് അക്കൗണ്ട് കണ്ടിന്യൂസ്ലി ഫോർ 2 years ബ്രിങ് ഇറ്റ് ഇൻ ദ കാറ്റഗറി ഓഫ് നോ ഓപ്പറേറ്റീവ് ഓർ ഡോർമെൻറ്റ് അക്കൗണ്ട്. അതായത് ഒരു കസ്റ്റമറിൻ്റെ ട്രാൻസാക്ഷൻ മോർ ദാൻ 2 years നടന്നില്ലെങ്കിൽ, ഫങ്ഷൻ ചെയ്തില്ലെങ്കിൽ, അങ്ങനെയുള്ള അക്കൗണ്ടുകളെയാണ് നമ്മൾ ഇൻഓപ്പറേറ്റീവ് ഓർ ഡോർമെൻറ്റ് അക്കൗണ്ട്. ഇത് ആസ് പെർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗൈഡ് ലൈൻസ് ദിസ് റൂൾസ് അപ്ലൈ ടു ബോത്ത് സേവിങ് ആസ് വെൽ ആസ് കറണ്ട് അക്കൗണ്ട്. സേവിങ്സ് ആയാലും കറണ്ട് അക്കൗണ്ടിലും രണ്ടിലും ഇത് ബാധകമാണ്. അപ്പോൾ എന്താണ് ഇൻഓപ്പറേറ്റീവ് ഓർ ഡോർമെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നോൺ ഫങ്ഷനിങ് മീൻസ് നോൺ ഫങ്ഷനിങ് ഓഫ് ട്രാൻസാക്ഷൻ ബൈ ദ അക്കൗണ്ട് ഹോൾഡർ. അക്കൗണ്ട് ഹോൾഡർ 2 വർഷമായിട്ട് ആ അക്കൗണ്ടിൽ ഫണ്ടൊന്നും ഡെപ്പോസിറ്റ് ചെയ്യണില്ല, അല്ലെങ്കിൽ വിത്ഡ്രോ ചെയ്യുന്നില്ലെങ്കിൽ, അങ്ങനെയുള്ള കേസുകളെയാണ് നമ്മൾ ഇൻഓപ്പറേറ്റീവ് ഓർ ഡോർമെൻറ്റ് അക്കൗണ്ട് എന്ന് പറയണത്.
നെക്സ്റ്റ് വരുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ്. നമ്മൾ ഓൾറെഡി ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് പീരീഡിലേക്ക് വേണ്ടി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈ ആയിരിക്കും. അതായത് 6 to 10% ആയിരിക്കും നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടാൻ. ഇതിൻ്റെ ഇടയ്ക്ക് വിത്ഡ്രോ ചെയ്യാനൊന്നും പറ്റില്ല. അതുപോലെ എത്ര നാളത്തേക്കാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, വർഷം കൂടുന്നതനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റും കൂടും. അതുപോലെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റാണ് മോർ സ്യൂട്ടബിൾ സ്മോൾ ഇൻവെസ്റ്റേഴ്സിന്. എന്തായാലും സേഫ് ബാങ്ക് ഡെപ്പോസിറ്റിൽ സ്മോൾ ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റേഴ്സിനാണിത് കൂടുതൽ ബെനിഫിറ്റ് ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൻ്റെ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മളിനി അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ് വന്നത് ദ മണി ഡെപ്പോസിറ്റഡ് ബൈ ദ ഡെപ്പോസിറ്റർ വിൽ ബി സേഫ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി ബാങ്കർ. നമുക്കറിയാം ഫിക്സഡ് ഡെപ്പോസിറ്റ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാങ്കിൻ്റെ കയ്യിൽ സേഫ് ആയിട്ടിരിക്കും. നെക്സ്റ്റ് ഡെപ്പോസിറ്റ് ഗെറ്റ് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റിന് ഹൈ ആയിരിക്കും. ഇറ്റ് ഗ്യാരണ്ടീഡ് ഹൈ ആസ് വെൽ എസ് സ്റ്റഡി ഇൻകം ടു ദി ഡെപ്പോസിറ്റർ. അതായത് ഉറപ്പാണ് ഇത്രയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അതാണ് സ്റ്റഡി ആൻഡ് ഹൈ rate of income to the depositor. Next, the proceedings for opening a fixed deposit are rather simple. നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് സിമ്പിളാണ്. നോ ഇൻട്രൊഡക്ഷൻ ഈസ് നീഡഡ് ടു മേക്ക് എ ഡെപ്പോസിറ്റ്. ഇപ്പോൾ സേവിങ്ങും കറണ്ട് അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ പഠിച്ചിരുന്നു, നമുക്ക് ഇൻട്രൊഡക്ഷൻ ആവശ്യമാണ്, ഒരുപാട് പ്രൊസീജിയേഴ്സ് ആവശ്യമാണ്. ഇതൊന്നും നമ്മൾ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ വേണ്ട. നെക്സ്റ്റ്, ദ ഡെപ്പോസിറ്റർ ക്യാൻ അവെയിൽ ലോൺ എഗെയിൻസ്റ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻ കേസ് ഓഫ് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ്. നമ്മൾ പറഞ്ഞു അതിൽ നിന്ന് ഫണ്ട് എടുക്കാൻ പറ്റില്ല, ഇനി ലോൺ എടുക്കണമെങ്കിൽ അത് പറ്റും. അങ്ങനെ ഒരു സൗകര്യവും ഫിക്സഡ് ഡെപ്പോസിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫണ്ടിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ആ ഫണ്ടിന് ലോൺ വെച്ചിട്ട് ഇത് നമ്മൾ ലോൺ വെച്ചിട്ട് നമുക്ക് ഫണ്ട് എടുക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. നെക്സ്റ്റ് പറയുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ് ആണ്. അതായത് ഇപ്പം നമ്മൾ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്ക് നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ്, അത് അക്നോളജ്മെൻറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ഡെപ്പോസിറ്റ് ബൈ ദ ബാങ്ക്. ബാങ്കുകാർ അത് എമൗണ്ട് തന്നിട്ടുണ്ട്, അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കുന്ന ഒരു അക്നോളജ്മെൻ്റ് ആണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ. ആഫ്റ്റർ ഡെപ്പോസിറ്റ് ദ മണി ദ ബാങ്കർ വിൽ ഇഷ്യൂ എ റെസിപ്റ്റ് ടു ദി ഡെപ്പോസിറ്റർ കോൾഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ്. ഇറ്റ് ഈസ് ആൻ അക്നോളജ്മെൻറ്റ് ഓഫ് ദി റെസിപ്റ്റ് ഓഫ് ഡെപ്പോസിറ്റ് ബൈ ദ ബാങ്ക്. സച്ച് റെസിപ്റ്റ് മേ കണ്ടെയ്ൻ ദ എമൗണ്ട് റിസീവ്ഡ് ഫോർ ഫിക്സഡ് ഡെപ്പോസിറ്റ്, ദ പീരീഡ് ഓഫ് ഡെപ്പോസിറ്റ്, എത്ര എമൗണ്ട് കിട്ടി, എത്ര നാളത്തേക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്ര എടുക്കണുള്ളൂ. ബാക്കി നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ. ഓക്കെ, താങ്ക് യു.